നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനലിൽ ആഴ്ചഫലത്തിൻ്റെ വീഡിയോ ആണല്ലോ സാധാരണ ചെയ്യാറ്. പലപ്പോഴും തിരക്കുകൾ മൂലം ആഴ്ചഫലത്തിൻ്റെ വീഡിയോ ചെയ്യുവാനായിട്ട് സാധിക്കാറുമില്ല. നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ് ആഴ്ചഫലത്തിൻ്റെ വീഡിയോ. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പുറകിലൊരു ഗ്രഹപാഠം ഉണ്ടെന്നർത്ഥം. ഗ്രഹങ്ങൾ ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ആഴ്ചഫലത്തിൻ്റെ വീഡിയോ ചെയ്യുവാനായിട്ട്. അപ്പോൾ പലപ്പോഴും തിരക്കുകൾ വരുമ്പോഴും ഈ ആഴ്ചഫലത്തിൻ്റെ വീഡിയോ ചെയ്യുവാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ എന്തായാലും മലയാള മാസഫലം ചെയ്താലോ എന്ന വിചാരത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ അശ്വതി ഭരണി കാർത്തിക കാല മേടക്കൂറുകാർക്ക് ഇടവമാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് രണ്ടാം ഭാവം കൊണ്ടായതുകൊണ്ട് തന്നെ അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. നമ്മൾ ഒട്ടും വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ഫലം അന്യരാൽ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കടം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ചേരാം. ഇടവം 19-ാം തീയതി വരെ ചൊവ്വ 12-ലാണ്. അതിനുശേഷം ജന്മത്തിലേക്ക് വരുന്നു. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെയല്ല ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 12-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പല പ്രകാരേണയുള്ള ദുരിതങ്ങൾ വന്നു ചേരുക, ആധികള്, വ്യാധികള്, ഒട്ടും തന്നെ വിചാരിക്കാതെ തന്നെ ധനത്തിന് ദുർവ്യയം വന്നു ചേരുക, അനാവശ്യമായിട്ട് ചെലവ് വന്നു ചേരുക. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 19-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ കാര്യവിനാശം എന്ന ഫലത്തെയും സൂചിപ്പിക്കുന്നു. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം ലഭിക്കാത്തൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ, നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെങ്കിലും. അപ്പൊ 12-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടുള്ള മോശം ഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലങ്ങളെ, മോശഫലങ്ങളെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. കാരണം നാമസങ്കീർത്തനം വിസ്യാ സർവ പാപത്രനാശനം എന്നാണ് പറയുന്നത്. കാരണം ഈ കലികാലത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായമാണ് നാമജപം. ഇതിനേക്കാളും വേറൊരു ലളിതമായിട്ടുള്ള ഉപായം ഇല്ല എന്നർത്ഥം. ഇടവം 18-ാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ടും അത്ര നല്ല ഫലത്തെയല്ല മേടക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നു ചേരുക. കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് ഒരു പരിധിവരെ കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. 18-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ ബുധൻ 2-ലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ് പറയുന്നത്. നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. അപ്പോൾ 18-ാം തീയതിക്ക് ശേഷം ബുധൻ 2-ലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. അവർക്ക് ആ ജോലി ലഭിക്കുക. വളരെ നല്ല ഫലത്തെയാണ് 18-ാം തീയതിക്ക് ശേഷം ബുധൻ 2-ലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. മേടക്കൂറുകാർക്ക് വ്യാഴം 2-ലാണ് നിൽക്കുന്നത്. 2-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും വന്നു ചേരാത്ത അവസ്ഥ, വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. കുറച്ചു കാലം മുന്നേ ജന്മത്തിലായിരുന്നു വ്യാഴം, മോശഫലത്തെയാണ് സൂചിപ്പിച്ചിരുന്നത്. ഇപ്പൊ 2-ലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് 2-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് മേടക്കൂറുകാർക്ക് പറയുന്നത്. മേടക്കൂറുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവാണ് വ്യാഴം 2-ലേക്ക് വന്നു ചേരുന്നത്. മേടക്കൂറുകാർക്ക് ജന്മത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. ശുക്രൻ നിൽക്കുന്നതും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭാര്യാഭർത്തൃ സംഗമം വന്നു ചേരുക. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്ന് ശ്രമിച്ചോളൂ. അവർ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 11-ലാണ് ശനി നിൽക്കുന്നത്. കുറച്ചു കാലമായിട്ട് മേടക്കൂറുകാർക്ക് ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 11-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പ്രതാപത്തിന് ആധിക്യം ഉണ്ടാവുക, നമ്മളുടെ ആയുസ്സും ഓജസ്സും തേജസ്സും കൂടുക, നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക. ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ഗംഭീരമായിട്ടുള്ള ഫലമാണ്. ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക.
എന്തായാലും മേടക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചൊവ്വയെ കൊണ്ടും സൂര്യനെ കൊണ്ടും കുറച്ച് മോശഫലത്തെ സൂചിപ്പിച്ചുല്ലോ. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. കാർത്തിക മുക്കാല രോഹിണി മകേരത്തര ഇടവക്കൂറുകാർക്ക് ഇടവമാസത്തിൽ ഇടവത്തിൽ തന്നെയാണ് സൂര്യൻ നിൽക്കുന്നത്. അതായത് ജന്മത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. വിഭവനാശം ഉണ്ടാവുക, ദേഹപീഠകൾ വന്നു ചേരുക. അതായത് വിഭവനാശം എന്ന് പറയുന്നത് ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒട്ടും വിചാരിക്കാതെ തന്നെ ചെലവ് വന്നു ചേരുക, നമ്മളുടെ ശരീരത്തിനും ഒരു സുഖക്കുറവ് വന്നു ചേരുക, അലച്ചിലുണ്ടാവുക. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഫലത്തെയാണ് ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇടവം 19-ാം തീയതി വരെ ചൊവ്വ 11-ലാണ് നിൽക്കുന്നത്. 11-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണല്ലോ. പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ജനപദ അധികാര ലാഭം ഉണ്ടാവുക, പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, പലവിധ സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം. അപ്പൊ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം പരിഹാരം വന്നു ചേരുക. ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ പരിഹരിച്ച് നമുക്ക് അനുകൂലമായിട്ട് വന്നു ചേരുക. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഭൂമിയിൽ നിന്ന് ആദായം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. 11-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വ 19-ാം തീയതിക്ക് ശേഷം 12-ലേക്കാണ് വരുന്നത്. 12-ലേക്ക് വരുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പല പ്രകാരേണയുള്ള ദുരിതങ്ങൾ വന്നു ചേരുക. സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള അതേപോലത്തെ തന്നെ ഫലമാണ്. ഒട്ടും വിചാരിക്കാതെ തന്നെ ധനത്തിനും ചെലവ് വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ഫലം, വാഹനം ഉപയോഗിക്കുമ്പോൾ, അതായത് 19-ാം തീയതിക്ക് ശേഷം ചൊവ്വ 12-ലേക്ക് വരുമ്പോൾ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. ഇടവമാസത്തിൽ 18-ാം തീയതി വരെ ബുധൻ 12-ലാണ് നിൽക്കുന്നത്. 18-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരും. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും ബുധനെ കൊണ്ടും അത്ര നല്ല ഫലത്തെ അല്ല ഇടവക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. ഇടവം 18-ാം തീയതി വരെ 12-ൽ നിൽക്കുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ദുഃഖങ്ങൾ അനുഭവിക്കാനിട വരിക. അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുക, ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളൊക്കെ വന്നു ചേരുക എന്ന് പറയുന്നത് അത്ര നല്ല ഫലമല്ലല്ലോ. നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള ഫലമല്ലല്ലോ. 18-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോഴോ തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം ഉണ്ടാവുക. അപ്പോൾ കലഹം ഉണ്ടാവാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മളുടെ വാക്കുകൾ നിമിത്തം തന്നെയാണ് കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. ഈ കഴിഞ്ഞ വ്യാഴമാറ്റത്തോടു കൂടി ഇടവക്കൂറുകാർക്ക് ജന്മത്തിലേക്കാണ് വ്യാഴം വന്നത്. ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. തൊഴിൽപരമായിട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വിചാരിക്കാതെ തന്നെ ട്രാൻസ്ഫർ ലഭിക്കുക, സ്ഥലം മാറ്റം ഉണ്ടാവുക, അതേപോലെ തന്നെ കലഹം ഉണ്ടാവുക. ബുധനെ കൊണ്ടും സൂചിപ്പിച്ചു. നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ബുദ്ധി തോന്നാത്തൊരവസ്ഥ, ബുദ്ധിമാന്ദ്യം ഉണ്ടാവുക, ധനത്തിനും ചെലവ് വന്നു ചേരുക. അപ്പോൾ ഈ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നാമസങ്കീർത്തനം യസ്യ സർവ്വപാപത്രനാശനം എന്നാണ് പറയുന്നത്. ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ട്, ഏറ്റവും വളരെയേറെ ശക്തിയേറിയതുമായ ഉപായമാണ്, ലളിതമായിട്ടുള്ള മാർഗമാണ്, വഴിയാണ് നാമജപം എന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക. നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി തൊഴുതാൽ തന്നെ ഈ ദുരിതങ്ങളെ എല്ലാം ഒരു പരിധിവരെ ഭഗവാൻ തന്നെ മാറ്റിത്തരും. 12-ൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രനെ കൊണ്ട് ഇടവക്കൂറുകാർക്ക് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക, ദ്രവ്യലാഭം ഉണ്ടാവുക. ഇതുവരെ പറഞ്ഞതായിട്ടുള്ള ഗ്രഹസ്ഥിതി പ്രകാരമുള്ള ഫലത്തെ സൂചിപ്പിക്കുമ്പോൾ ഇടവം 19-ാം തീയതി വരെ ചൊവ്വയെ കൊണ്ടും ഇപ്പൊ ഈ ശുക്രനെ കൊണ്ടും ഒക്കെ മാത്രമാണ് വളരെ നല്ല ഫലത്തെ സൂചിപ്പിച്ചത്. ബാക്കിയുള്ള ഗ്രഹസ്ഥിതി പ്രകാരം മോശഫലത്തെയാണല്ലോ പൊതുവെ സൂചിപ്പിച്ചത്. അപ്പൊ ഈ മറ്റു പല ഗ്രഹങ്ങളും മോശസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈ ശുക്രനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും ഉള്ളതായിട്ടുള്ള നല്ല ഫലങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരുമോ എന്നുള്ളൊരു സംശയം ആർക്കും തോന്നാം. ബാക്കി ഗ്രഹങ്ങളെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഫലങ്ങളെല്ലാം മോശം. ഈ ഫലം മാത്രം നമുക്ക് എങ്ങനെ അനുഭവത്തിയായിട്ട് വരും? ആർക്കും സംശയം തോന്നാം. അപ്പൊ നമ്മളുടെ ജാതക പ്രകാരം ശുക്രൻ നല്ല സ്ഥിതിയിലാണ്, ചൊവ്വ നല്ല സ്ഥിതിയിലാണ് എന്നുണ്ടെങ്കിൽ ഈ നല്ല ഫലങ്ങളെ നമുക്ക് അനുഭവിക്കാനിട വരും. അതേപോലെ തന്നെ ഈ വ്യാഴത്തെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള മോശഫലം ഉണ്ടല്ലോ ജന്മത്തിൽ നിൽക്കുമ്പോൾ,
നമ്മളുടെ ജാതകപ്രകാരം വ്യാഴം വളരെ നല്ല സ്ഥാനത്താണ്, ഹംസയോഗത്തോടൊക്കെ കൂടിയിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വ്യാഴത്തെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള മോശഫലം ഒരു പരിധിവരെ നമുക്ക് അനുഭവിക്കാനിട വരില്ല. കാരണം നമ്മളുടെ ജാതകപ്രകാരമുള്ള ഫലമാണ്, അതായത് നമ്മളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഫലമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവവേദിയായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് ചന്ദ്രാൽ പൊതുവെ പറയുന്ന ഫലങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. കുറച്ചു കാലമായിട്ട് കണ്ടകശനി സ്ഥാനമായിട്ടുള്ള 10ലാണ് ശനി നിൽക്കുന്നത്. കണ്ടകശനി സ്ഥാനം എന്ന് പറയുന്നത് തന്നെ മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 10ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ഒരു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു, കർമ്മസിദ്ധി വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല രീതിയിലുള്ള ഫലം വന്നു ചേരും. പക്ഷെ അതിനനുസരിച്ച് ധനം വന്നു ചേരാത്ത അവസ്ഥ, ധനത്തിന് ചെലവ് വന്നു ചേരുന്നൊരവസ്ഥ. ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇടവക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വിദ്യയ്ക്കും യശസ്സിനും ഒരു ഹാനി വന്നു ചേരുന്നതായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇടവക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. മകീരത്തര, തിരുവാതിര, പുണർതം, മുക്കാല് മിഥുനക്കൂറുകാർക്ക് ഈ വരുന്ന ഇടവമാസം സൂര്യൻ നിൽക്കുന്നത് 12ലാണ്. 12ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നല്ല കർമ്മങ്ങൾ ഫലിക്കാതെ പോകുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ആ നല്ല ഫലം ലഭിക്കാത്ത ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല ഫലം വന്നു ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. മിഥുനക്കൂറുകാർക്ക് ഇടവം 19-ാം തീയതി വരെ ചൊവ്വ നിൽക്കുന്നത് 10ലാണ്. അതിനുശേഷം 11ലേക്ക് വരും. 10ൽ നിൽക്കുമ്പോഴും 11ൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 19-ാം തീയതി വരെ ചൊവ്വ 10ൽ നിൽക്കുമ്പോൾ പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക. പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 10ാം ഭാവം കൊണ്ടായതുകൊണ്ട് തന്നെ, അതേപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കാം. കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഭൂമിയിൽ നിന്ന് ധനലാഭം ഉണ്ടാവുക, ആദായം വന്നു ചേരുക. 19-ാം തീയതിക്ക് ശേഷം 11ലേക്ക് വരുമ്പോഴും ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ജനപദ അധികാര ലാഭം ഉണ്ടാവുക, പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, തൊഴിൽപരമായിട്ടും നമുക്ക് പ്രമോഷൻ ലഭിക്കുന്ന ഒരു നല്ല ഫലത്തെ സൂചിപ്പിക്കാം. അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് വ്യവഹാരങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേർന്ന് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക, നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും 10ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള നല്ല ഫലത്തെ ഇവിടെയും സൂചിപ്പിക്കാം. കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ ഭൂമിയിൽ നിന്ന് ആദായം വന്നു ചേരുക. അതായത് മിഥുനക്കൂറുകാർക്ക് 10ൽ നിൽക്കുമ്പോഴും 11ൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇടവം 18-ാം തീയതി വരെ ബുധൻ 11ലാണ് നിൽക്കുന്നത്. ഏത് ഗ്രഹങ്ങൾ 11ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ്, ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 11ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വാക്മാധുര്യം ഉണ്ടാവുക, നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക, ധനധാന്യ സമൃദ്ധി ഉണ്ടാവുക, കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വളരെ നല്ല ഭർത്താവിനോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക, പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും വളരെ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക, വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 2ാം ഭാവം കൊണ്ട് മാത്രമല്ല ബുധനെ കൊണ്ടുമാണ്. ബുധൻ വളരെ നല്ല രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ, നല്ല സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരുക. അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക, അവർക്ക് ആ ജോലി ലഭിക്കുക. അതായത് 11ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കാര്യവിജയം വന്നു ചേരുക. ഗൃഹസ്ഥർക്കായിക്കോട്ടെ, കുട്ടികൾക്കായിക്കോട്ടെ, എല്ലാവർക്കും വളരെ നല്ല ഫലത്തെയാണ് 11ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പക്ഷെ 18-ാം തീയതിക്ക് ശേഷം ബുധൻ 12ലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്, ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ തന്നെ അനുഭവിക്കാനായിട്ടുള്ള യോഗത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുക. അപ്പൊ ഈ 12ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഗുരുവായൂരപ്പനെയാണ് കേട്ടോ മനസ്സിരുത്തി പ്രാർത്ഥിക്കേണ്ടത്. വ്യാഴത്തെ കൊണ്ടും ഗുരുവായൂരപ്പനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്.
കഴിഞ്ഞ വ്യാഴമാറ്റത്തോടു കൂടി വ്യാഴം 12ലേക്ക് വന്നു. മിഥുനക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. വഴി നടക്കലുണ്ടാവുക, അലച്ചിലുണ്ടാവുക, ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ വരിക. 12ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും ഗുരുവായൂരപ്പനെ തന്നെയാണ് വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കേണ്ടത്. നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക. കാരണം എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്കൊന്നും പോകാൻ സാധിച്ചൊന്നും വരില്ലല്ലോ. നമ്മളുടെ അടുത്തുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോകാമല്ലോ. നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വഴിപാടുകൾ ചെയ്യാം. നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ മതി. നാമസങ്കീർത്തനം സ്യാ സർവപാപത്രനാശനം എന്നാണ് പറയണത്. നാമസങ്കീർത്തനമാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കുവാനായിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം. 11ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഇടവക്കൂറുകാർക്ക് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, നാടകം, പാട്ട്, ഡാൻസ് ഇതൊക്കെ ചെയ്യുന്നവർക്ക്, നൃത്തം, സംഗീതം ഇതൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഉയർച്ച വന്നു ചേരുന്നൊരു ഫലം. അവർക്ക് അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കുവാനായിട്ടുള്ള വേദികൾ ലഭിക്കുക. 11ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് മിഥുനക്കൂറുകാർക്ക് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുവാനായിട്ടും സാധിക്കുക. നമുക്ക് അംഗീകാരങ്ങൾ ലഭിക്കുക, അനുമോദനങ്ങൾ ലഭിക്കുക. കുറച്ചു കാലമായിട്ട് 9ലാണ് ശനി. 9ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഫലമല്ല സൂചിപ്പിക്കുന്നത്. കാരണം നമ്മളുടെ ഭാഗ്യസ്ഥാനമാണ് 9. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് 9ാം ഭാവം കൊണ്ടാണ്. 9ൽ ശനി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്ദനായിട്ടാണ് ശനിയെ പറയുന്നത് തന്നെ. പതുക്കെ ആക്കി തീർക്കുക. ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്നത് എല്ലാത്തിനും ഒരു മന്ദത വന്നു ചേരുക, പതുക്കെയാവും. അതേപോലെ തന്നെ സ്വധർമാചരണങ്ങൾക്ക് വിഘ്നങ്ങൾ വന്നു ചേരുക. അതായത് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള, ചെയ്തു പോന്നിട്ടുള്ളതായ സൽക്കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കാതെ വരിക. അപ്പം ഈ 9ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കുവാനും പ്രത്യേകിച്ച് മഹാദേവനെയും അയ്യപ്പനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്തായാലും മിഥുനക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ അതിനെയെല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. പുണർതം കാലപൂയം ആയില്യം കർക്കിടക കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 11ലാണ് നിൽക്കുന്നത്. ഏത് ഗ്രഹങ്ങൾ 11ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 11ൽ സൂര്യൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കർക്കിടക കൂറുകാർക്ക് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ സ്ഥാനാന്തരപ്രാപ്തി ഉണ്ടാവുക. സ്ഥാനാന്തരപ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ് എങ്കിൽ പോലും ഇപ്പം നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവും. അതായത് ജോലി സംബന്ധമായിട്ടൊക്കെ പ്രമോഷനൊക്കെ ലഭിക്കുന്ന ഒരു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ശുഭകർമ്മ ഫലം വന്നു ചേരുക. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾക്ക് നല്ല ഫലം അനുഭവവേദ്യമായിട്ട് വരിക. നല്ല രീതിയിൽ തന്നെ ഐശ്വര്യം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. 11ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് കർക്കിടക കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വ്യാഴമാറ്റത്തോടുകൂടി വ്യാഴവും കർക്കിടക കൂറുകാർക്ക് 11ലേക്ക് വന്നു. അപ്പോൾ സൂര്യനും 11ൽ നിൽക്കുമ്പോൾ ഈ ഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇടവം 19ാം തീയതി വരെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9ൽ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. നമ്മൾ ഒട്ടും വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവുകൾ കൂടുക. അതേപോലെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുക. സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള മോശഫലമാണ് 9ൽ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ കാര്യപരാജയം വന്നു ചേരുക. ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം ലഭിക്കാത്ത അവസ്ഥ. അപ്പോൾ ഇതിൽ ഏത് ഫലമാണ് കർക്കിടക കൂറുകാർക്ക് അനുഭവവേദ്യമായിട്ട് വരിക എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ആർക്കും സംശയം തോന്നാം. നമ്മളുടെ ജാതകപ്രകാരം ചൊവ്വ വളരെ നല്ല സ്ഥാനത്താണ്, മേടത്തിലാണ്, വൃശ്ചികത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സ്വക്ഷേത്രാധിപത്യമൊക്കെ വഹിച്ചാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലത്തെ ഒരു പരിധിവരെ കുറയ്ക്കും. അതേപോലെ തന്നെ മോശസ്ഥാനത്താണ് നിൽക്കുന്നത് ജാതകപ്രകാരം എങ്കിൽ ഈ മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയും സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിരുന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട്, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. ഇടവം 19ാം തീയതിക്ക് ശേഷം ചൊവ്വ 10ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു. പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക. ഓരോ ഗ്രഹങ്ങളും ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഫലങ്ങളെ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അതായത് 10ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ
വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. തൊഴിൽപരമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ പ്രൊമോഷൻ ലഭിക്കുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 10ാം ഭാവം എന്ന് പറയുന്നത് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ്. അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ ധനം വന്നു ചേരുക. ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക. കാരണം ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടാണ്. ഇടവം 18ാം തീയതി വരെ ബുധൻ 10ലാണ് നിൽക്കുന്നത്. അതിനുശേഷം 11ലേക്ക് വരും. 10ൽ നിൽക്കുമ്പോഴും 11ൽ നിൽക്കുമ്പോഴും വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 10ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. അതേപോലെ തന്നെ തൊഴിൽപരമായിട്ട് പ്രൊമോഷൻ ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം. 11ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വാക്മാധുര്യം ഉണ്ടാവുക, ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക. ഗൃഹസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ബുധനെ കൊണ്ടാണ് വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. അവർക്ക് ആ ജോലി ലഭിക്കുക, കാര്യവിജയം വന്നു ചേരുക. ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക. 18ാം തീയതിക്ക് ശേഷം ബുധൻ 11ലേക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത്. 10ൽ നിൽക്കുമ്പോഴും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ടുള്ള 10ാം ഭാവത്തിൽ ബുധൻ നിന്നു കഴിഞ്ഞാലും വളരെ നല്ല രീതിയിൽ ധനം വന്നു ചേരുന്ന ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. വ്യാഴം 11ലേക്ക് വന്നു എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന കർക്കിടകക്കൂറുകാർക്ക് തന്നെ അറിയാം. വ്യാഴം 11ൽ നിന്ന് കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈശ്വരാധീനം വന്നു ചേരുന്നൊരു കാലയളവാണ്. ഇഷ്ടകാര്യ ലാഭം, സ്ഥാനാന്തര പ്രാപ്തി. നമ്മൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു കാലയളവാണ്. അതേപോലെ തന്നെ സ്ഥാനാന്തര പ്രാപ്തി, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക. ഇപ്പം ഈ വരുന്ന ഒരു വർഷ കാലയളവിനുള്ളിൽ തന്നെ തൊഴിൽപരമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ പ്രൊമോഷൻ ലഭിക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടകാര്യ ലാഭം, ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുക. അപ്പോൾ ഗൃഹമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗൃഹത്തിന് വേണ്ടി പ്രയത്നിക്കുക. ജോലി ലഭിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് വേണ്ടി ശ്രമിക്കുക. എല്ലാം വളരെ നല്ല ഫലത്തെയാണ് വ്യാഴം 11ൽ നിൽക്കുമ്പോൾ പറയുന്നത്. 10ൽ ശുക്രൻ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. കലഹം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നതും അപമാനം ഉണ്ടാവുന്നതും നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. കലഹം ഉണ്ടാവുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. അതേപോലെ തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 8ലാണ് ശനി നിൽക്കുന്നത് കുറച്ചു കാലമായിട്ട്. 8ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കലഹം ഉണ്ടാവുക, കലഹം ഉണ്ടാവുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഈ കലഹം വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ചെറിയ കലഹം പോലും വലിയ കലഹത്തിലേക്ക് വരുന്നൊരു മോശഫലത്തെയാണ് 8ൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. ഒട്ടും വിചാരിക്കാതെ തന്നെ ധനപരമായിട്ട് ചിലവുകൾ വന്നു ചേരുക. അതേപോലെ തന്നെ സ്വജനങ്ങളോട്, നമുക്ക് വേണ്ടപ്പെട്ടവരോട് അകന്ന് നിൽക്കുവാനായിട്ട് തോന്നുക. ബന്ധുജനങ്ങളോട് അകന്ന് നിൽക്കുവാനായിട്ട് തോന്നുക. അപ്പോൾ ശുക്രനെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോറ്റാനിക്കര ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ. ഈ സ്തോത്രമൊക്കെ ജപിക്കുക. ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശനൈശ്വരായ എന്നുള്ള നാമമൊക്കെ ജപിക്കുക. എന്തായാലും കർക്കിടകക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിച്ചു, പല ഗ്രഹങ്ങളെ കൊണ്ട് മോശഫലങ്ങളെയും സൂചിപ്പിച്ചു. കൂടുതലും നല്ല ഫലങ്ങളാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. മകം പൂരം ഉത്രം കാല ചിങ്ങക്കൂറുകാർക്ക് കർമ്മസ്ഥാനമായിട്ടുള്ള 10ലാണ് സൂര്യൻ നിൽക്കുന്നത്. എല്ലായിടവും വിജയം വന്നു ചേരുക, കർമ്മസിദ്ധി വന്നു ചേരുക. വളരെ നല്ല ഫലത്തെയാണ് കർമ്മസ്ഥാനത്ത് സൂര്യൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ, അതായത് ഈ ഇടവമാസത്തിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർക്ക് അവരാഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ഇടവം 19ാം തീയതി വരെ ചൊവ്വ 8ൽ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി അതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. മനോവൈഷമ്യങ്ങൾ വന്നു ചേരുന്നൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് 8ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ.
19-ാം തീയതിക്ക് ശേഷം 9-ലേക്ക് വരുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. കാര്യപരാജയം വന്നു ചേരുക, പലവിധ ദുരിതങ്ങൾ വന്നു ചേരുക. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ 8-ൽ നിൽക്കുമ്പോഴും 9-ൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മളുടെ സമീപ പ്രദേശത്തുള്ള ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക, യഥാശക്തി വഴിപാടുകൾ കഴിക്കുക. സാമ്പത്തികമായിട്ട് സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോഴും കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഇടവം 18-ാം തീയതി വരെ 9-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. പക്ഷേ 18-ാം തീയതിക്ക് ശേഷം 10-ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഫലമാണ്. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. പ്രത്യേകിച്ച് നമ്മളുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 10-ാം ഭാവം കൊണ്ടായതുകൊണ്ട് തന്നെ തൊഴിൽപരമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഉയർച്ച വന്നു ചേരുക. അതേപോലെ തന്നെ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. ധനപരമായിട്ടും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ധനലാഭം വന്നു ചേരുക. വ്യാഴം 10-ലാണ് നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. കർമ്മ വൈകല്യം ഉണ്ടാകുക എന്നുള്ളൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. പല ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങൾ ഓരോരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെയും മോശഫലത്തെയും ഒക്കെ നമുക്ക് സൂചിപ്പിക്കുവാനിട വരും. പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങളെ നമുക്ക് സൂചിപ്പിക്കുവാനിട വരും. ഇപ്പോൾ ബുധൻ 10-ൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിച്ചത്. പക്ഷേ 10-ൽ വ്യാഴം നിൽക്കുമ്പോൾ നല്ല ഫലത്തെയും അല്ല സൂചിപ്പിക്കുന്നത്. നമ്മൾ ഒട്ടും വിചാരിക്കാതെ തന്നെ സ്ഥാനഭ്രംശം വന്നു ചേരുക, തൊഴിൽപരമായിട്ട് ട്രാൻസ്ഫർ ലഭിക്കുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ കർമ്മവൈകല്യം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് മോശഫലം വന്നു ചേരുക. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 10-ൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ടുള്ള ഫലം മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വന്നു ചേർന്നാൽ തന്നെ ഈ മോശഫലങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമല്ലോ. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ ശുക്രൻ നിൽക്കുന്നത് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ചിങ്ങക്കൂറുകാർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ധനലാഭം വന്നു ചേരുക, നമ്മൾ ചെയ്തു പോന്നിട്ടുള്ളതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക. 7-ലാണ് ശനി നിൽക്കുന്നത് എന്നും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്നും പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് തന്നെ അറിയാം. 7-ൽ ശനി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുർജനങ്ങളായിട്ടുള്ള സംസർഗം വന്നു ചേരുക, നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ടുള്ള ഇടവരിക. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നല്ല ഫലമല്ലല്ലോ വന്നു ചേരുക. അതുപോലെ തന്നെ ദൂരദേശ സഞ്ചാരം, വിചാരിക്കാതെ തന്നെ ദൂരദേശ യാത്രയൊക്കെ ചെയ്യേണ്ടി വരിക. എന്തായാലും ചിങ്ങക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഈ വരുന്ന ഇടവമാസത്തിൽ ഉത്രം മുക്കാല അത്തം ചിത്തിരാര കന്നിക്കൂറുകാർക്ക് സൂര്യൻ നിൽക്കുന്നത് 9-ലാണ്. 9-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പലവിധ ദുരിതങ്ങൾ വന്നു ചേരുക, വ്യാധികൾ അനുഭവിക്കുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം വന്നു ചേരുക. അപമാനം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇടവം 19-ാം തീയതി വരെ ചൊവ്വ 7-ലാണ് നിൽക്കുന്നത്. അതിനുശേഷം 8-ലേക്ക് വരും. 7-ൽ നിൽക്കുമ്പോഴും 8-ൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. 7-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഭാര്യ ഭർത്തൃ കലഹം വന്നു ചേരുക. നമ്മളുടെ കുടുംബത്ത് കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. ഉള്ള സമാധാനവും കൂടി അങ്ങോട്ട് പോകും. അപ്പോൾ കലഹം വന്നു ചേരുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. 7-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു ഫലത്തെയും കൂടി സൂചിപ്പിക്കുന്നുണ്ട്, ഉദരവ്യാധി. ഉദരവ്യാധി എന്ന് പറയുന്നത് വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. ഈ വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളും വരുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണെന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ട് വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. 8-ലേക്ക് വരുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലങ്ങളുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള അപമാനം എന്ന മോശഫലത്തെ 8-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോശമായിട്ടുള്ള ഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇടവം 18-ാം തീയതി വരെ ബുധൻ 8-ലാണ് നിൽക്കുന്നത്. 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കന്നിക്കൂറുകാർക്ക് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ഓരോ ഗ്രഹങ്ങൾ അവർക്ക് ഇഷ്ടമായിട്ടുള്ള സ്ഥാനത്ത് നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ ഗ്രഹങ്ങൾ ഓരോരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങളാണ്
സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 8-ൽ ബുധൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. കന്നിക്കൂറുകാർക്ക് കാര്യവിജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ നല്ല ഫലം വന്നു ചേരുക. കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വളരെ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. സന്താന സൗഖ്യം വന്നു ചേരുക. സന്താനങ്ങൾ നിമിത്തം തന്നെ നമുക്ക് സന്തോഷം അനുഭവിക്കുക. നല്ല രീതിയിൽ ധനവർദ്ധനവ് വന്നു ചേരുക. ഏത് കാര്യങ്ങൾക്കും വളരെ നല്ല രീതിയിൽ തന്നെ നിപുണത വന്നു ചേരുക, സാമർഥ്യം ഉണ്ടാവുക. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. 8-ൽ ബുധൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടവമാസം 18-ാം തീയതി വരെയാണ് ബുധൻ 8-ൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. വളരെ നല്ല ഫലത്തെയാണ് ബുധൻ 8-ൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. എങ്കിലും 9-ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ 3 ഗ്രഹങ്ങളെ സൂചിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബുധനെ കൊണ്ട് മാത്രമാണ് 8-ൽ നിൽക്കുമ്പോൾ മാത്രമാണ് വളരെ നല്ല ഫലത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇതിൽ ഏത് നല്ല ഫലമാണോ മോശഫലമാണോ നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും സംശയം തോന്നാം, അല്ലേ? അപ്പോൾ ഈ ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഏറ്റവും നല്ല ഫലം നമുക്ക് അനുഭവിക്കാനിട വരുമോ? നമ്മളെല്ലാവരും നല്ല ഫലങ്ങൾ അനുഭവിക്കാനായിട്ടല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആരാ മോശഫലം വന്നു ചേരാൻ ആഗ്രഹിക്കുന്നത്? പക്ഷേ നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ ഓരോ ദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ടുള്ള നല്ല ഫലങ്ങളെ നമുക്ക് അനുഭവിക്കാൻ ഇടവരുമോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമ്മളുടെ ജാതക പ്രകാരം ബുധൻ വളരെ നല്ല സ്ഥാനത്താണ്, ബുധദശയാണ് നമ്മൾ അനുഭവിക്കുന്നത് എങ്കിൽ ഈ ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങളും നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരും എന്ന് മനസ്സിലാക്കുക. എന്തായാലും കന്നിക്കൂറുകാർക്ക് ഈ കഴിഞ്ഞ വ്യാഴമാറ്റത്തോടു കൂടി വ്യാഴം 9-ലേക്ക് വന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും കന്നിക്കൂറുകാർക്ക് മോചനം വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട. കാരണം ഭാഗ്യസ്ഥാനമാണ് 9. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നല്ല രീതിയിൽ തന്നെ സന്താന ലാഭം ഉണ്ടാവും, സന്താന സുഖം അനുഭവിക്കാനിട വരും, ആജ്ഞാസിദ്ധി ഉണ്ടാവും. ആജ്ഞാസിദ്ധി എന്ന് പറയുന്നത് ഓരോരോ കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുവാനായിട്ട് പ്രത്യേകിച്ചൊരു സാമർഥ്യം ഉണ്ടാവുക, നിപുണത വന്നു ചേരുക. വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ്. നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക, ഭാര്യാസുഖം അനുഭവിക്കുക, ഭർത്തൃസുഖം അനുഭവിക്കുക, സന്താന ഗുണം അനുഭവിക്കുക, സന്താന ലാഭം വന്നു ചേരുക, ആജ്ഞാസിദ്ധി ഉണ്ടാവുക, നിപുണത വന്നു ചേരുക. എല്ലാം ഗംഭീരമായിട്ടുള്ള ഫലമാണ് വ്യാഴം 9-ലേക്ക് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം വന്നു ചേർന്നു എന്ന് തന്നെ മനസ്സിലാക്കുക. ബാക്കി പല ഗ്രഹങ്ങളും മോശസ്ഥാനത്ത് നിന്നാൽ പോലും ഈ 9-ൽ നിൽക്കുന്ന വ്യാഴം വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 8-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ഗൃഹാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക, ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 6-ലാണ് ശനി നിൽക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന കന്നിക്കൂറുകാർക്ക് തന്നെ അറിയാം. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. അതേപോലെ തന്നെ ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ രോഗദുരിതങ്ങളും ഇല്ലാതെയാകുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് കന്നിക്കൂറുകാർക്ക്. അപ്പോൾ ശനിയും വളരെ നല്ല സ്ഥാനത്താണ്, വ്യാഴവും വളരെ നല്ല സ്ഥാനത്തേക്ക് എത്തി. എന്തായാലും മറ്റു പല ഗ്രഹങ്ങളെ കൊണ്ട് കുറച്ച് മോശഫലത്തെ സൂചിപ്പിച്ചുവെങ്കിലും ബാക്കിയുള്ള ഗ്രഹങ്ങളെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് കന്നിക്കൂറുകാർക്ക് സൂചിപ്പിച്ചത്. എന്തായാലും കന്നിക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല തുലാക്കൂറുകാർക്ക് ഈ വരുന്ന ഇടവമാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് 8-ലാണ്. 8-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്നതായിട്ടുള്ള അരിഷ്ടതയെയാണ് സൂചിപ്പിക്കുന്നത്. ഇടവം 19-ാം തീയതി വരെ ചൊവ്വ 6-ലാണ് നിൽക്കുന്നത്. 6-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. ചൊവ്വയെ കൊണ്ട് തന്നെയാണ് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നതുകൊണ്ടും ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ, വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേർന്ന് നമുക്ക് അനുകൂലമായിട്ട് വന്നു ചേരുക. ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക, ധനലാഭം വന്നു ചേരുക. വളരെ നല്ല ഫലത്തെയാണ് 19-ാം തീയതി വരെ ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 19-ാം തീയതിക്ക് ശേഷം ചൊവ്വ 7-ലേക്ക് വരുന്നത് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാവുക, നമ്മളുടെ കുടുംബത്ത് കലഹം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ.
കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനം കൂടി അങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ ഈ കലഹം ഉണ്ടാവുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. മറ്റൊരു ഫലത്തെയും കൂടി സൂചിപ്പിക്കുന്നുണ്ട്, ഉദരവ്യാധി വന്നു ചേരുക. ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറോ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. ഈ വൈറോ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ചു കഴിക്കുവാനായിട്ടും ശ്രമിക്കുക. 18-ാം തീയതി വരെ ബുധൻ 7-ലാണ് നിൽക്കുന്നത്. 7-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ടും കലഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ചൊവ്വയെ കൊണ്ടും കലഹം എന്ന മോശഫലത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ കലഹം എന്ന മോശഫലത്തിന് ഫലപ്രാപ്തി കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. ഇടവം 18-ാം തീയതിക്ക് ശേഷം ബുധൻ 8-ലേക്ക് വരുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യവിജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല അനുഭവം നമുക്ക് വന്നു ചേരുക. കുടുംബസ്ഥർക്കാണ്, അതായത് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. സന്താന ഗുണം അനുഭവിക്കാനിട വരിക. അപ്പോൾ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും 18-ാം തീയതിക്ക് ശേഷം വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. അവർ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെയും 8-ലേക്ക് ബുധൻ വരുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. തുലാക്കൂറുകാർക്ക് 8-ലേക്ക് വ്യാഴം വന്നതോടുകൂടി അത്ര നല്ല ഫലത്തെ അല്ലാട്ടോ സൂചിപ്പിക്കുന്നത്. പലവിധ ദുഃഖങ്ങൾ വന്നു ചേരുക, ഒന്ന് കഴിഞ്ഞു മറ്റൊന്ന് കഴിഞ്ഞു വേറൊന്ന്, അലച്ചിലുണ്ടാവുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം ലഭിക്കാത്ത അവസ്ഥ, കുറച്ച് അരിഷ്ടതയെയാണ് 8-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ പ്രത്യേകിച്ച് ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്കൊന്നും പോകാൻ സാധിച്ചു എന്ന് വരില്ലല്ലോ. നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയി തൊഴാലോ. നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാട് ചെയ്താൽ മതി. നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലെത്തി തൊഴുതാൽ മതി. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുക. അപ്പോൾ ഈ 8-ൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലത്തെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 7-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയെയാണ് സൂചിപ്പിക്കുന്നത്. സൂര്യനെ കൊണ്ടും സൂചിപ്പിച്ചു എന്ന് മനസ്സിലാക്കി ഈ മോശഫലത്തിന് ഫലപ്രാപ്തി കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. 5-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും തുലാക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. നാമസങ്കീർത്തനമസ്യ സർവപാപത്രനാശനം. നാമസങ്കീർത്തനമാണ് നമ്മളുടെ ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള, ഏറ്റവും ശക്തിയേറിയതായിട്ടുള്ള ഉപായം എന്ന് മനസ്സിലാക്കുക. വിശാഖം കാലാനിടം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് ഈ വരുന്ന ഇടവമാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് 7-ലാണ്. 7-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ഉദരവ്യാധി വന്നു ചേരുക, വഴിനടക്കലുണ്ടാവുക, അലച്ചിലുണ്ടാവുക. ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി വളരെ ശുദ്ധമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. കുറച്ച് വഴിനടക്കൽ, അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും 7-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നു. വൃശ്ചികക്കൂറുകാർക്ക് 19-ാം തീയതി വരെ ചൊവ്വ 5-ൽ നിൽക്കുന്നു. അതിനുശേഷം 6-ലേക്ക് വരും. 5-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഭയമാണ് പറയുന്നത്, ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുഭയം, രോഗഭയം, ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുമോ എന്നുള്ളൊരു അകാരണമായിട്ടുള്ള ഭയം, അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുമോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയം. മാനസികമായിട്ടുള്ള ഭയം മോശപ്പെടാണല്ലോ. അതേപോലെ തന്നെ സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു ഫലത്തെയും 5-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. 19-ാം തീയതിക്ക് ശേഷം ചൊവ്വ 6-ലേക്ക് വരുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത ഗംഭീര ഫലം. അതായത് 5-ൽ നിൽക്കുന്നതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ് 6-ലേക്ക് വരുമ്പോൾ. വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ, വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക, എല്ലാം അനുകൂലമായിട്ട് വന്നു ചേരുക. അതുപോലെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന ഫലത്തെയാണ് 6-ലേക്ക് ചൊവ്വ വരുമ്പോൾ സൂചിപ്പിക്കുന്നത്.
ഇടവം 18-ാം തീയതി വരെ 6-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യവിജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ നല്ല അനുഭവം നമുക്ക് വന്നു ചേരുക, അതേപോലെ തന്നെ പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, നമുക്ക് ജോലി സംബന്ധമായിട്ട് പ്രമോഷനൊക്കെ ലഭിക്കുക, അതേപോലെ തന്നെ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 7-ലേക്ക് വരുമ്പോൾ കുറച്ച് മോശഫലത്തെ സൂചിപ്പിക്കുന്നു, കലഹം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ കലഹം വന്നു ചേരുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരുന്നു കഴിഞ്ഞാൽ ഈ മോശഫലത്തെ, അതായത് 18-ാം തീയതിക്ക് ശേഷമാണ് 7-ലേക്ക് ബുധൻ വരുമ്പോഴാണ് ഈ മോശഫലത്തെ സൂചിപ്പിക്കുന്നത്. ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായി. എന്തായാലും വൃശ്ചികക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റത്തോടു കൂടി വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വാക് സാമർഥ്യം ഉണ്ടാവുക, ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക, നമുക്ക് വേണ്ടുന്ന ബുദ്ധി വേണ്ട സമയത്ത് തോന്നുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം, വ്യാഴം 7-ലേക്ക് വരുമ്പോൾ വൃശ്ചികക്കൂറുകാരുടെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി വിവാഹം നടക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ വ്യാഴം 7-ൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് മറ്റൊരു ഫലത്തെയും സൂചിപ്പിക്കാം. നഷ്ടാർത്ഥം, നഷ്ടപ്പെട്ടു പോയ പണം തിരിച്ചു ലഭിക്കുക. അപ്പോൾ കടം കൊടുത്തിട്ടൊക്കെ തിരിച്ചു കിട്ടാത്ത അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരികെ ചോദിക്കുക, ആ പണം തിരികെ ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് വ്യാഴം 7-ലേക്ക് വന്നതോടുകൂടി. 6-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ചോറ്റാനിക്കര ഭഗവതിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ സർവജ്ഞ സർവവരതേ സർവദുഷ്ടഭയങ്കരി സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുത ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ ശുക്രൻ 6-ൽ നിൽക്കുന്നതായിട്ടുള്ള മോശഫലത്തെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട്, കുറയ്ക്കുവാനായിട്ട് സാധിക്കും. കുറച്ച് കാലമായിട്ട് 4-ലാണ് ശനി, അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് തന്നെ അറിയാം. ശനി 4-ൽ നിന്ന് കഴിഞ്ഞാൽ കലഹം വന്നു ചേരുക, കുടുംബത്ത് കലഹം ഉണ്ടാവുക, ഭാര്യാകലഹം, ഭർത്തൃകലഹം, അത്ര നല്ല ഫലമല്ലല്ലോ. അതേപോലെ തന്നെ വേണ്ടാത്ത ദുർബുദ്ധി വന്നു ചേരുക, ധനപരമായിട്ടും ചിലവുകൾ കൂടുക. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അയ്യപ്പനെയും മഹാദേവനെയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുക. എന്തായാലും വ്യാഴം അനുകൂല സ്ഥാനത്തേക്ക് വൃശ്ചികക്കൂറുകാർക്ക് വന്നു എന്നുള്ളത് തന്നെ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇല്ലാതാകുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും വൃശ്ചികക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. മൂലം, പൂരാടം, ഉത്രാടം കാല ഈ വരുന്ന ഇടവമാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് 6-ലാണ്. 6-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രു, രോഗ, ദുഃഖശമനം, ഏതെങ്കിലും വ്യാധികളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിരുന്നുവെങ്കിൽ അതിനെല്ലാം ശമനം വന്നു ചേരുന്ന കാലയളവാണ്. അതേപോലെ തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫല, ശത്രുപരമായിട്ട് ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. രോഗദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ അതിനും ശമനം വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് 6-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 19-ാം തീയതി വരെ ചൊവ്വ 4-ലാണ്. 4-ൽ നിൽക്കുന്ന ചൊവ്വ അത്ര നല്ല ഫലത്തെ അല്ല കേട്ടോ ധനുക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ ദുർജനങ്ങളായിട്ടുള്ള സംസർഗം വന്നു തീരുക, നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ടുള്ള സാഹചര്യം. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നല്ല ഫലമല്ലല്ലോ ഉണ്ടാവുക. അതേപോലെ തന്നെ ഉദരവ്യാധി വന്നു ചേരുക. ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കി ശുദ്ധമായിട്ട് വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. 5-ലേക്ക് വരുമ്പോഴും അത്ര നല്ല ഫലത്തെയല്ല 18-ാം തീയതിക്ക് ശേഷം സൂചിപ്പിക്കുന്നത്. ശത്രുഭയം, രോഗഭയം, ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുമോ എന്നുള്ളൊരു അകാരണമായിട്ടുള്ള ഭയം, അതേപോലെ തന്നെ രോഗങ്ങൾ വന്നു ചേരുമോ എന്നുള്ളൊരു ഭയം, സന്താനങ്ങൾ നിമിത്തം അരിഷ്ടത വന്നു ചേരുന്ന ഒരു ഫലത്തെയും ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് ധനുക്കൂറുകാർക്ക്. 18-ാം തീയതി വരെ ബുധൻ 5-ൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലമല്ല. ഭാര്യാഭർത്തൃ കലഹം ഉണ്ടാവുക, സന്താന കലഹം ഉണ്ടാവുക, കുടുംബത്ത് കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. 6-ലേക്ക് വരുമ്പോൾ നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ്. അതായത് 5-ൽ നിൽക്കുന്ന മോശഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ് 6-ലേക്ക് ബുധൻ വന്നു കഴിയുമ്പോൾ. കാര്യവിജയം വന്നു ചേരുക, സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക, പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ജോലി സംബന്ധമായിട്ടൊക്കെ പ്രമോഷനൊക്കെ ലഭിക്കുന്ന നല്ല ഫലത്തെ 6-ലേക്ക് ബുധൻ വന്നു ചേരുമ്പോൾ സൂചിപ്പിക്കുന്നു.
ഈ കഴിഞ്ഞ വ്യാഴമാറ്റത്തോടു കൂടി 6ലേക്ക് വ്യാഴം വന്നത് ധനക്കുറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. സുഖസാധനങ്ങൾ ഉണ്ടായാലും ആ സുഖം അനുഭവിക്കാൻ യോഗമില്ലാത്തൊരവസ്ഥയെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം സന്താനങ്ങൾ നിമിത്തം തന്നെ ദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു മോശഫലത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. 6ൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ് 5ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. സന്താന ഗുണം വന്നു ചേരുക, സന്താന ലാഭം വന്നു ചേരുക, ധനലാഭം വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. അപ്പോൾ വ്യാഴത്തെ കൊണ്ടുള്ള ഫലമാണോ ബുധനെ കൊണ്ടുള്ള ഫലമാണോ നമുക്ക് അനുഭവിക്കാൻ ഇടവരിക എന്ന് പ്രത്യേകിച്ച് ആർക്കും സംശയം തോന്നാം. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും സംശയം തോന്നും. അപ്പോൾ നമ്മളുടെ ജാതകപ്രകാരം വ്യാഴം വളരെ നല്ല സ്ഥാനത്താണ്, ബലത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വ്യാഴത്തെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള മോശഫലം ഒരു പരിധിവരെ നമുക്ക് അനുഭവിക്കാൻ ഇടവരില്ല. ശുക്രനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള വളരെ നല്ല ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ ഇടവരും എന്ന് മനസ്സിലാക്കുക. എന്തായാലും 3ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ധനക്കൂറുകാർക്ക് തന്നെ അറിയാം. വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക, സർവാഭീഷ്ട സിദ്ധി വന്നു ചേരുക, ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അത് നമ്മളിലേക്ക് വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ ഈ വ്യാഴമാറ്റം കുറച്ച് മോശഫലത്തെ സൂചിപ്പിച്ചു എങ്കിലും പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്താണ് ധനക്കൂറുകാർക്ക് എന്ന് മനസ്സിലാക്കുക. എന്തായാലും ധനക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര മകരക്കൂറുകാർക്ക് ഈ വരുന്ന ഇടവമാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് 5ലാണ്. 5ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ശത്രു, ദുഃഖ, രോഗ, ദുരിതങ്ങൾ വന്നു ചേരുക, ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഒട്ടും വിചാരിക്കാതെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോശഫലത്തെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഇടവം 19-ാം തീയതി വരെ 3ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് 5ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. ധാതു ദ്രവ്യപ്രാപ്തി ഉണ്ടാവുക, അതായത് ഭൂമി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ അവർക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഭൂമി വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യവഹാരങ്ങളും തർക്കങ്ങളും ഭൂമി സംബന്ധമായിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം വന്നു ചേരുന്ന, കൃഷിയിൽ നിന്ന് ആദായം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അതായത് 3ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. 18-ാം തീയതിക്ക് ശേഷം ചൊവ്വ 4ലേക്ക് വരുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ദുർജന സംസർഗം വന്നു ചേരുക. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫലമല്ലല്ലോ നമുക്ക് ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കും വന്നു ചേരുന്നത്. പിന്നെ ഉദരവ്യാധി വന്നു ചേരുന്നൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നു. ഉദരവ്യാധി എന്ന് പറയുന്നത് വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. ഈ വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണല്ലോ ഒരു പരിധി വരെ വരുന്നത് തന്നെ. അപ്പോൾ ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലത്തെയും നമുക്ക് കുറയ്ക്കുവാനായിട്ട് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. ഇടവം 18-ാം തീയതി വരെ ബുധൻ 4ലാണ് നിൽക്കുന്നത്. വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക, വളരെ നല്ല രീതിയിൽ തന്നെ ധനവും വന്നു ചേരുക. പക്ഷെ 5ലേക്ക് വരുമ്പോൾ ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാവുക, സന്താന കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ഫലമല്ലല്ലോ. നിങ്ങൾക്കും ഞാനും ആരും ആഗ്രഹിക്കുന്നില്ല ഈ മോശഫലങ്ങളൊന്നും, അല്ലേ? അപ്പോൾ ഈ കലഹം വന്നു ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി ഇടവം 18-ാം തീയതിക്ക് ശേഷമാണ് കേട്ടോ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഈ മോശഫലത്തെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. ഏതൊക്കെ ഗ്രഹങ്ങളെ എത്രയൊക്കെ മോശസ്ഥാനത്ത് നിന്നാൽ പോലും വ്യാഴം 5ലേക്ക് വന്നത് മകരക്കൂറുകാർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വ്യാഴം 5ൽ നിൽക്കുമ്പോൾ
ധനലാഭം ഉണ്ടാവുക, ഗൃഹലാഭം വന്നു ചേരുക, ഭാര്യാ ഗുണം അനുഭവിക്കുക, ഭർത്തൃഗുണം അനുഭവിക്കുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം സന്താന ലാഭം ഉണ്ടാവുക, സന്താന ഗുണം അനുഭവിക്കുക. എല്ലാം ഗംഭീരമായിട്ടുള്ള ഫലമാണ്. ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. അപ്പോൾ മറ്റേത് ഗ്രഹങ്ങൾ കുറച്ച് മോശസ്ഥാനത്ത് നിന്നാൽ പോലും ഈ വ്യാഴം 5ലേക്ക് വന്നത് മകരക്കൂറുകാർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക. എല്ലാം വളരെ നല്ല രീതിയിൽ മകരക്കൂറുകാർക്ക് വന്നു ചേരുമെന്ന് മനസ്സിലാക്കുക. 4ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് മകരക്കൂറുകാർക്ക് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ഇന്ദ്രൻ്റെ അത്രയൊന്നും ശക്തി നമുക്കാർക്കും ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത്. ഇന്ദ്രനെ പോലെ ശക്തിയൊക്കെ ഉണ്ടാവുന്നതാണ്. എന്തായാലും ഇന്ദ്രൻ്റെ അത്രയൊന്നും ശക്തി നമുക്ക് ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. പക്ഷേ എന്തായാലും നമ്മളുടെ ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ കൂടും. കുടുംബ സുഖം അനുഭവിക്കും. ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരും. അപ്പോൾ ശുക്രനെ കൊണ്ടും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 2ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ലാട്ടോ സൂചിപ്പിക്കുന്നത്. 2ാം ഭാവം കൊണ്ടാണ് നമ്മൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ധനപരമായിട്ട് കുറച്ച് ചെലവുകൾ കൂടുവാനായിട്ടുള്ള മോശഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് കുറച്ച് സുഖക്കുറവ് വന്നു ചേരുക. ഇപ്പൊ വ്യാഴത്തെ കൊണ്ട് ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള നല്ല ഫലത്തെയാണ് സൂചിപ്പിച്ചത് എങ്കിൽ ശനി 2ൽ നിന്ന് കഴിഞ്ഞാൽ ലൗകികമായിട്ടുള്ള വിരക്തി വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മോശഫലത്തെ, അതായത് ശനിയെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പസ്വാമിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമ എന്നുള്ള നാമമൊക്കെ ജപിച്ചാൽ ഈ മോശഫലത്തെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും മകരക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. അവിട്ടത്തറ ചതയം പൂരൂരുട്ടാതി മുക്കാലോ കുംഭക്കൂറുകാർക്ക് ഈ വരുന്ന ഇടവമാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് 4ലാണ്. 4ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. പലവിധ വിഘ്നങ്ങൾ വന്നു ചേരുന്നൊരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ വന്നു ചേരുക. തടസ്സങ്ങൾ വന്നു ചേരുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തടസ്സങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ, ഗണപതി ഭഗവാനെയും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. ഇടവം 19-ാം തീയതി വരെ ചൊവ്വ 2ലാണ് നിൽക്കുന്നത്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 2ാം ഭാവത്തിൽ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ധനപരമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുക, അങ്ങനെയുള്ളൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് തസ്കര ഭയം ഉണ്ടാവുക. അതായത് 2ൽ ചൊവ്വ നിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ധനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതുണ്ട്, സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതുണ്ട്. കാരണം ധനം മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ, അതായത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാനായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പലവിധ ദുരിതങ്ങളും വന്നു ചേരുന്നൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. അഗ്നി സംബന്ധമായിട്ട് പ്രവർത്തിക്കുമ്പോഴും കുംഭക്കൂറുകാർ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ശത്രു നിമിത്തം തന്നെ ദുഃഖങ്ങൾ വന്നു ചേരുക. അതായത് നമ്മളെ ഇഷ്ടപ്പെടാത്തവർ പലരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള മോശഫലങ്ങളും വന്നു ചേരുവാനായിട്ടുള്ള സൂചനയുണ്ട് 2ൽ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ. 19-ാം തീയതിക്ക് ശേഷം 3ലേക്ക് വരുമ്പോൾ ഈ 2ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. അതേപോലെ തന്നെ ധനലാഭം വന്നു ചേരുക, ധാതുദ്രവ്യപ്രാപ്തി ഉണ്ടാവുക. അതായത് ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേർന്ന് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് 3ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് കുംഭക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 2ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചാൽ ഈ മോശഫലത്തെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട്, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. ഇടവം 18-ാം തീയതി വരെ ബുധൻ 3ൽ നിന്നു കഴിഞ്ഞാൽ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ്. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുന്നൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ ഏത് ഫലമാവും നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ആർക്കും സംശയം തോന്നാം. നമ്മളുടെ ജാതകപ്രകാരം വളരെ നല്ല സ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ചന്ദ്രാൽ ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലമൊന്നും നമുക്ക് അനുഭവിക്കാൻ ഇടവരില്ല എന്ന് മനസ്സിലാക്കുക. 4ലേക്ക് ബുധൻ വരുന്നത് വളരെ നല്ല ഫലത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. 3ൽ നിൽക്കുന്ന ബുധൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഫലം. വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം വന്നു ചേരുക, നമുക്ക് ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക. വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് 4ലേക്ക് ബുധൻ വരുമ്പോൾ സൂചിപ്പിക്കുന്നത്.
വ്യാഴം 4-ലാണ് നിൽക്കുന്നത് കുംഭക്കൂറുകാർക്ക് നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടത വന്നു ചേരുക, ഒരേയിടത്തും ഒരു സ്വസ്ഥതക്കുറവ് വന്നു ചേരുക. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജപിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലത്തെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഓരോ ഗ്രഹങ്ങൾ ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങളാണ്, പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. 3-ലാണ് ശുക്രൻ നിൽക്കുന്നത്. 3-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ബഹുമാന സിദ്ധി വന്നു ചേരുക, ആജ്ഞാസിദ്ധി വന്നു ചേരുക. ജന്മത്തിലാണ് ശനി നിൽക്കുന്നത് എന്നും മാത്രം നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്നും പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന കുംഭക്കൂറുകാർക്ക് തന്നെ അറിയാം. ജന്മത്തിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഗ്നി സംബന്ധമായിട്ട് നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോകാതിരിക്കുക. ധനപരമായിട്ടും ചിലവുകൾ കൂടുക. എത്ര ലഭിച്ചു കഴിഞ്ഞാലും അത്ര തന്നെ ചിലവ് വന്നു ചേരുന്ന കാലയളവിനെ കുംഭക്കൂറുകാർക്ക് സൂചിപ്പിക്കാം. ഈ കഴിഞ്ഞ വ്യാഴമാറ്റം 3-ൽ നിൽക്കുമ്പോഴും 4-ൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല കുംഭക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. എന്തായാലും കുംഭക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ ഈശ്വര സേവയിലൂടെ, നാമജപത്തിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. പൂരൂരുട്ടാതി കാല ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഈ വരുന്ന ഇടവമാസത്തിൽ 3-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലങ്ങളുണ്ട്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലം. അതേപോലെ തന്നെ സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക. നമ്മൾ വിചാരിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ് അർത്ഥമെങ്കിൽ പോലും ഇപ്പം നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുക, നല്ല രീതിയിൽ ഐശ്വര്യം വന്നു ചേരുക, നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാവുക, ഗംഭീരമായിട്ടുള്ള ഫലമാണ് 3-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട്. ഇടവമാസം 19-ാം തീയതി വരെ ജന്മത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അതിനുശേഷം 2-ലേക്ക് വരും. ജന്മത്തിൽ നിൽക്കുമ്പോഴും 2-ൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. 19-ാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുമ്പോൾ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കാര്യഭംഗം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് വന്നു ചേരാത്തൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. 2-ലേക്ക് വരുമ്പോഴും അത്ര നല്ല ഫലമല്ല. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചോരഭയം, അതായത് നമ്മളുടെ ധനം മോഷ്ടിക്കപ്പെട്ടു കൊണ്ടുപോകാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കുറച്ച് മനോവിചാര വ്യാധികൾ വന്നു ചേരുക, ആലോചിച്ച് മനസ്സ് വിഷമിക്കുന്ന ഒരു ഫലത്തെയും 2-ലേക്ക് ചൊവ്വ വരുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജന്മത്തിൽ നിൽക്കുമ്പോഴും 2-ൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്നീ സ്തോത്രമൊക്കെ ഭദ്രകാളിയുടെ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. ഇടവമാസം 18-ാം തീയതി വരെ ബുധൻ 2-ൽ നിൽക്കുന്നത് മീനക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. 2-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് മോശഫലത്തെയാണ് സൂചിപ്പിച്ചത് എങ്കിലും 2-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. അപ്പോൾ ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെയാണ് 2-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 2-ൽ നിൽക്കുന്ന ചൊവ്വ മോശഫലത്തെയാണ് സൂചിപ്പിച്ചത്. 2-ൽ നിൽക്കുന്ന ബുധൻ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ ഏത് ഫലമാവും നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് സംശയം തോന്നാം. നമ്മളുടെ ജാതകപ്രകാരം ബുധൻ വളരെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ബുധനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള നല്ല ഫലത്തെ ആയിരിക്കും നമ്മൾ അനുഭവിക്കാനിട വരിക. അതേപോലെ തന്നെ നമ്മളുടെ ജാതകപ്രകാരം ചൊവ്വ മോശസ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ചൊവ്വയെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള മോശഫലത്തെയും നമുക്ക് ഒരു പരിധിവരെ അനുഭവിക്കാൻ ഇടവരുമെന്ന് മനസ്സിലാക്കുക. ഇടവമാസം 18-ാം തീയതിക്ക് ശേഷം 2-ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധൻ 3-ലേക്ക് വരുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു മോശഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ വ്യാഴമാറ്റത്തോടുകൂടി മീനക്കൂറുകാർക്ക് വ്യാഴം 3-ലേക്ക് വരുന്നത് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. കർമ്മവൈകല്യം വന്നു ചേരുക, വിചാരിക്കാതെ തന്നെ സ്ഥാനഭ്രംശം വന്നു ചേരുക, തൊഴിൽപരമായിട്ടൊക്കെ ട്രാൻസ്ഫർ ലഭിക്കുന്നൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മളുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക.
നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാട് ചെയ്യുക. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിരുത്തി തൊഴുത് കഴിഞ്ഞാൽ തന്നെ ഈ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. മീനക്കുറുകാർക്ക് 2-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് വീണ്ടും നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ധനധാന്യ സമൃദ്ധി ഉണ്ടാവുക, ബന്ധു കുടുംബ അഭിവൃദ്ധി ഉണ്ടാവുക. അപ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ശനി 12-ലാണ് നിൽക്കുന്നത്. 12-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന മീനക്കൂറുകാർക്ക് തന്നെ അറിയാം. കുറച്ച് കാലമായിട്ട് തന്നെ ശനി 12-ലാണ്. ഇടയിടയിൽ ഓരോ പ്രശ്നങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇടയിടയിൽ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം കഴിഞ്ഞു, അതിന് പരിഹാരമായി, അപ്പോഴത്തേക്ക് അടുത്ത പ്രശ്നങ്ങൾ വന്നു ചേരുക. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെയും അയ്യപ്പനെയാണ് മനസ്സിലെത്തി പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ എന്നുള്ള നാമം ജപിക്കുക. ഈ മോശഫലങ്ങളെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട്, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും മീനക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. നാമസങ്കീർത്തനം വസ്യ സർവ്വപാപത്രനാശനം എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഈ കലികാലത്ത് നമ്മളിലേക്ക് വരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടും ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നതുമായിട്ടുള്ള ലളിതമായിട്ടുള്ള മാർഗമാണ് നാമജപം എന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.